ഇവിടെ ഈ ഒരു ദിവസമൊന്നല്ല, ഒരു 100 ദിവസക്കാലത്തോളം CPM-ന്റെ പ്രതിനിധിയോട് നിങ്ങൾ എന്ത് സേവനം ചെയ്തു കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ വീണയ്ക്കെതിരായിട്ട് വന്നത് എന്ന് റാഷിദ് ചോദിച്ചുകൊണ്ടേയിരിക്കൂ. അരുണാണെങ്കിൽ ഉത്തരം പറയില്ല. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. അരുൺ ഉത്തരം പറഞ്ഞാൽ അരുണ പാർട്ടിയിൽ ഉണ്ടാവില്ല. അതൊരു ഗതികേടാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഞാൻ വീണ്ടും ചോദിക്കുന്നു. നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട CPM-ന്റെ സഹയാത്രിക, CPM-ന്റെ പ്രിയപ്പെട്ട നേതാവേ, നിങ്ങൾ ഒരു ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യത്തെ ഘട്ടത്തിൽ പിന്നെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ ഒരു സേവനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ കമ്പനി, ആ കമ്പനിയുടെ ഫൈനാൻസ് മാനേജർ പിന്നീട് അഫിഡവിറ്റ് കൊടുത്തപ്പോൾ മതിയായ സേവനം കിട്ടിയില്ല എന്ന് തിരുത്തിയെന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ്? ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ ഫിനാൻസ് മാനേജർ കുറച്ചുകൂടി കടുത്തു വന്നപ്പോൾ, വിവാദമായപ്പോൾ, ഇടതുപക്ഷത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ പിന്നീട് ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കിട്ടിയില്ല എന്ന് മൊഴിമാറ്റം നടത്തുന്നതിന്റെ പിറകിലുള്ള ശക്തിയൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. കേട്ടോ, അതിലേക്ക് പോകുന്നുണ്ട്. ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. വീണ എന്ത് സേവനം ചെയ്തു കൊടുത്തു? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. വീണ കൊടുത്ത സേവനം എന്ത്? 2,72,00,000 രൂപ മാസപ്പടി ഇനത്തിൽ ഈ പറയപ്പെടുന്ന ശശിധരൻ കർത്തയുടെ കമ്പനികളുമായി നിങ്ങളൊരു കരാറുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബിസിനസ് ഡീൽ നടത്തിയിട്ടുണ്ടെങ്കിൽ വീണ ചെയ്തു കൊടുത്ത സേവനം എന്ത്? എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ? ഇനി അരുൺകുമാറിന്റെ തന്നെ വാദം കടമെടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, കൊടുത്ത സേവനം ഫലപ്രദമായില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വാദമെങ്കിൽ, നിങ്ങൾ ഫലപ്രദമല്ലാതെ പകുതിയായി ചെയ്തു കൊടുത്ത അഥവാ മുഴുമിപ്പിക്കാത്ത സേവനം എന്ത്? ഉത്തരം പറയാൻ പറ്റോ? അല്ല, സേവനം കിട്ടിയിട്ടുണ്ട് എന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുൻപിൽ തന്നെ അഫിഡവിറ്റ് കൊടുത്തത് നിയമപരമായി ഈ റിപ്പോർട്ടിനകത്തേക്ക് പരിഗണിച്ചില്ല എന്നിരിക്കെ ആ അഫിഡവിറ്റ് വസ്തുതയുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് അത് കാണുന്നില്ല എന്നുള്ളതാണ്. സേവനം കിട്ടി എന്ന് അല്ലല്ല, ഞാൻ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് ഷഫീർ, ഞാൻ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. സേവനം കിട്ടി എന്ന് ആ കമ്പനിയും കൊടുത്തു എന്ന മറ്റേ കമ്പനിയും പറഞ്ഞ വസ്തുത നമ്മുടെ മുമ്പിലുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? കേട്ടോ, അല്ല സാർ, നിങ്ങൾ ഞാൻ പറയുന്നതിന് ഉത്തരം എന്താ? ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡ് മുമ്പാകെ കൊടുത്ത മൊഴിയിൽ ഫിനാൻസ് മാനേജർ സുരേഷ് കുമാർ ഉൾപ്പെടെ 2 ആളുകളും ശ്രീ ശശിധരൻ കർത്തയും 14% ഓഹരിയുള്ള ഗവൺമെന്റിന്റെ ആളുകളും കൂടി കൊടുത്ത മൊഴിയിലെല്ലാം തന്നെ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിരിക്കവേ, ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഫിനാൻസ് മാനേജർ സുരേഷ് കുമാർ അധികൃതമായി കൊടുത്തു എന്ന് പറയപ്പെടുന്ന അഫിഡവിറ്റിൽ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയപ്പെടുന്ന സേവനം ഫലപ്രദമല്ല എന്ന് പറഞ്ഞതായിട്ടാണ് ഇന്നിപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ വാദം ഉന്നയിച്ചത്. എന്റെ ചോദ്യം ഇതാണ്. ശരി, നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെയല്ല, ഞങ്ങൾ സേവനം കൊടുത്തിട്ടില്ല എന്ന വാദം അങ്ങ് വിട്ടേരെ. നിങ്ങൾ കമ്പനിക്ക് മുഴുമിപ്പിക്കാത്ത പറയാൻ പറ്റോ? സേവനം എന്താണെന്ന് പറയാൻ പറ്റോ? നിങ്ങൾ കൊടുത്തു എന്ന് പറയപ്പെടുന്ന സേവനം തൃപ്തികരമല്ല എന്ന് അവർ പറയാനിടയായ തൃപ്തികരമല്ലാത്ത സേവനം എന്ത്? ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. എന്ത് സേവനത്തിന് 2,72,00,000? ഉത്തരം പറ. അത് എന്ത് സേവനം? ആ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഇന്ന സേവനം. ഓക്കെ, എന്താണ് സേവനം അതൊന്ന് പറഞ്ഞു കൊടുത്താൽ ഭാഗത്തിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റുന്നില്ല. എന്ത് സേവനം? അത് പറ. അത് പറ. വീണ വിജയൻ കൊടുത്ത ഭാഗികമായ സേവനം എന്ത്? പറഞ്ഞിട്ടാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞോളൂ. ഈ ചർച്ചയിൽ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്നാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. എന്നിട്ട് ഏതെങ്കിലും നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കൊടുത്തു നിങ്ങൾ സേവനമുണ്ടല്ലോ, ഏതെങ്കിലും CMRന്റെ ഒരു സ്റ്റാഫ് ആദ്യം കൊടുത്ത മൊഴി മാറ്റി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. CMRന്റെ സ്റ്റാഫ് ആദ്യം കൊടുത്ത മൊഴി മാറ്റി പറഞ്ഞു. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? 3 സാക്ഷികൾ എന്തെങ്കിലും സേവനം കൊടുത്തിട്ടുണ്ടോ? ചോദ്യം. സാർ,
എന്തെങ്കിലും സേവനം വീണ കൊടുത്തോ? അതൊക്കെ നോൺ ഡിസ്ക്ലോസർ ക്ലോസ് കമ്പനികൾ തമ്മിലുള്ള കാര്യം കമ്പനിയുടെ പ്രതിനിധികൾ പറയും. അല്ല ശ്രീ അരുൺകുമാർ, നിങ്ങളോട് നിങ്ങൾ അതിൽ തന്നെ പ്രതിനിധിയോ? ഓക്കെ ഓക്കെ, ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തള്ളി പറയണം. ഒരൊറ്റ നിമിഷം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നിമിഷമല്ല, ഇതിനകത്ത് അരുൺകുമാർ ഈ ചോദ്യം പ്രസക്തമാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കമ്പനിക്കാരും കമ്പനി പറയും കമ്പനി ഡിസ്ക്ലോസർ നിയമപ്രകാരമുള്ളത് വെളിപ്പെടുത്താൻ പറ്റില്ല, അത് അവരുടെ കാര്യം, അവരുടെ മാറ്റർ അവർ ഡീൽ ചെയ്തോട്ടെ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഉയർത്തുന്നു. ശരി, ഒരു വാദത്തിന് അത് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിന് ഈ കാര്യം അറിയാതെ CPM ഇതിന് ചൂട്ടുപിടിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. നിയമപരമായി കൊടുക്കേണ്ട, കരാർ പ്രകാരം കൊടുക്കേണ്ട സേവനം കൊടുത്തില്ല എങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, നിയമപരമായി ഉണ്ടല്ലോ ശ്രീ അരുൺകുമാർ, അത് താങ്കളും സമ്മതിക്കുന്നു. പക്ഷെ ഇവിടെ കൊടുത്തു എന്നുള്ള വാദമുണ്ടെന്നാണ് CPM വിചാരിക്കുന്നത്, കൊടുത്തു എന്നാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്തു എങ്കിൽ അതെന്താണ് എന്ന് CPM ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. CPM പൊതുസമൂഹത്തിന് മുന്നിൽ വീണയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. അപ്പൊ അത് ഇതുവരെ ഈ നാൾ വരെ തർക്കിച്ചിട്ടും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും വ്യക്തതയോടുകൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ CPM പറയാൻ പറ്റിയിട്ടില്ല. ആ കമ്പനികൾക്ക് അറിയുമായിരിക്കും, CPM പറഞ്ഞിട്ടില്ല. ശ്രീ അരുൺകുമാർ ആണേ, ശരി ആണല്ലോ. യെസ്, അതായത് മനോരമയുടെ ഒരു പത്രവാർത്തയിലൂടെയാണല്ലോ മാസപ്പടി എന്നുള്ള വാചകം ഉപയോഗിച്ചത് നിങ്ങൾ തന്നെയാണല്ലോ. അത്തരത്തിൽ വന്നതിന് ശേഷം എത്ര ആരോപണങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിൽ ഉന്നയിക്കപ്പെട്ടു. കോടികൾ എന്ന് പറഞ്ഞു, അല്ല ബാങ്ക് വഴിയാണ്, അപ്പൊ അത് പോയി. GST അടച്ചിട്ടില്ല, അപ്പൊ കുറച്ചു കഴിഞ്ഞ് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. ആദായ നികുതി അടച്ചിട്ടില്ല, അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. ഇയാളെന്താ പൊട്ടനാ? പൊട്ടം മാത്രമല്ല, ഭ്രാന്തിനും കൂടെയാ. ആരോപണങ്ങൾ കൃത്യമായിട്ട് സത്യം പുറത്തു വന്നു. അങ്ങനെ ഓരോന്നായി ഞാൻ വരാം. I raise a specific question to you. താങ്കൾ കേൾക്കൂ മിസ്റ്റർ, ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് ഇങ്ങനെ ഇടപെടല്ലേ. I am answering. CPM പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര് പരിശോധിച്ചാലും ആ കമ്പനികൾ വെളിപ്പെടുത്തണം. ഇപ്പൊ ആദ്യം ഞാൻ ചോദിച്ചല്ലോ, നിങ്ങൾ ആരും അതിന് മറുപടി പറഞ്ഞില്ലല്ലോ. സേവനം കിട്ടിയില്ല എന്ന് പറഞ്ഞതും വേണ്ടത്ര സേവനം കിട്ടിയില്ല എന്ന് പറഞ്ഞവരാണ് 1 മുതൽ 10 വരെ പ്രതികൾ. ഇപ്പൊ മനോരമയുടെ ഗുണം കിട്ടിയില്ലെന്ന് മനോരമ പറയുന്നു. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ആ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാലും ഈ ക്രയവിക്രയങ്ങളിൽ രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ED കൂടി വരുമ്പോ PMLA ആക്ടിന്റെ പരിധിയിലേക്ക് കൂടി ഇത് വരികയാണ്. അതിന് മുൻപേ തന്നെ SFIO പരിശോധിച്ചപ്പോൾ കമ്പനീസ് ആക്ടിന്റെ 4 വകുപ്പുകളുടെ ലംഘനം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് കണ്ടു. ഇത് സെറ്റിൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷവും അപ്പോഴാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ കേസാകുന്നത്, ഈ വിധത്തിൽ പ്രതിയാകുന്നത്. അപ്പൊ രണ്ട് കമ്പനിയുടെയും കൂട്ടർ പ്രതിയാകുന്നത് സ്വാഭാവികമാണ്. വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ കാരണം എന്താ? അല്ല, ഞങ്ങൾ ഇതിൽ 16 വകുപ്പ് വരുമെന്നും നിരവധി ഏജൻസികൾ വരുമെന്നും അതൊക്കെ കോടതികൾ അതിന്റെ വഴിക്ക് പൊയ്ക്കോളുമെന്നും ആത്മവിശ്വാസത്തോടെ പറയാൻ അറിയില്ല. കമ്പനിക്ക് അറിയൂ എന്താണ് സേവനമെന്ന്. ഇനി ഷഫീറിന് തുടരാം. ആണല്ലോ. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന അരുൺകുമാറിനോ CPMന്റെ വക്താവിനോ ഈ കൊടപിടിച്ച സഖാവ് MV ഗോവിന്ദനോ CPMന്റെ സംസ്ഥാന ഭാരവാഹികൾക്കോ ആർക്കും അറിയില്ല ശശിധരൻ കർത്തയുടെ കമ്പനിയിൽ നിന്നും 2,72,00,000 രൂപ വാങ്ങിയിട്ട് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനം ചെയ്തു കൊടുത്തു എന്ന് അറിയാതെ ഈ പാവങ്ങൾ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഗതികേട്. രണ്ടാമത്തെ ചോദ്യം, പിന്നെ ബഹുമാനായ സഖാവ് പിണറായി വിജയന് ഔദ്യോഗിക വസതിയുണ്ട്. അദ്ദേഹത്തിന് കണ്ണൂരിൽ, അത് പിന്നെ പിണറായിയിൽ അദ്ദേഹത്തിന് സ്വന്തം വസതിയുണ്ട്. ഇനി AKG സെന്ററിലാണെങ്കിൽ AKG സെന്ററിലെ ഫ്ളാറ്റുമുണ്ട്. ഒറ്റ ചോദ്യം, ഈ കമ്പനി കരാറുണ്ടാക്കാൻ വേണ്ടി വീണ ഉപയോഗിച്ച എക്സാലോജിക്കൽ കമ്പനി ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ അരുൺകുമാറിന്റെയും ലക്ഷക്കണക്കിന് സഖാക്കളുടെയും വിയർപ്പ് ചിന്തിയ AKG സെന്ററിന്റെ അഡ്രസ് ഉപയോഗിക്കാൻ ആരനുവാദം കൊടുത്തു? ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചുപോയി. എന്തടിസ്ഥാനത്തിലാണ്? ആരാണ് വീണ? നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, പിണറായി വിജയനെയാണ് നിങ്ങൾ പിടിക്കണമെന്ന്. ഈ പറയപ്പെടുന്ന വീണ പാർട്ടി അംഗമല്ലല്ലോ, വീണ പാർട്ടിയുടെ ആളെ അല്ലല്ലോ.
വീണ ബാംഗ്ലൂരിൽ എക്സാലോജിക്കൽ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുമ്പോൾ പിണറായി വിജയന് പിണറായിയിൽ വീടുണ്ട്, ഔദ്യോഗിക വസതിയുണ്ട്, AKG സെന്ററിൽ ഫ്ളാറ്റ് ഉണ്ട്. ഈ 3 അഡ്രസ്സും അല്ലാതെ നിങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗിക ഓഫീസായ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിന്റെ പേരിൽ എന്തിന് എക്സാലോജിക്കൽ കമ്പനി രജിസ്റ്റർ ചെയ്തു? എന്തിന് ആ കമ്പനി ഈ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി? ഒരു സേവനം ചെയ്തു കൊടുക്കാതെ ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉയർത്തുകയാണ്. മൂന്നാമതൊരു കാര്യം, പിന്നെ ഈ അടുത്ത സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം, ഈ 2.72 കോടി രൂപയ്ക്ക് പുറമെ CMMRL എന്ന് പറയപ്പെടുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്നും വിദേശത്ത് പോകാൻ വേണ്ടി യാത്രാബത്തയും ടിക്കറ്റും വീണ വാങ്ങിയിട്ടുണ്ടോ? ഞങ്ങളുടെ ചോദ്യമാണ്. വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ മതി, ബാക്കി പിന്നീട് വെളിപ്പെടുത്തേണ്ട കാര്യമാണ്. നാലാമത്തെ കാര്യം, നിയമസഭയിൽ UDFന്റെ ഒരു MLA ഉന്നയിച്ചൊരു കാര്യം, ഈ കമ്പനി മാത്രമല്ല, JDT ഇസ്ലാം ഓർഫനേജ്, സാന്റ മോണിക്ക സ്റ്റഡി പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ്, അനന്തപുരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി, കുഞ്ഞിത്താരു വാവൈ മെമ്മോറിയൽ ട്രസ്റ്റ്, ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി, റിംസ് ഫൗണ്ടേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും സേവനങ്ങൾ കൊടുക്കാതെ ഇതുപോലെ മാസമിനത്തിൽ പൈസ വാങ്ങിയിട്ടുണ്ടോ? ഈ ചോദ്യവും നിയമസഭയിൽ വന്ന ചോദ്യമാണ്. ഞാൻ 2-3 ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിയത്. ഒന്നും കൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ മറുപടി പറയേണ്ട കാര്യമാണ്. ഒന്ന്, AKG ഫ്ലാറ്റിന്റെ അഡ്രസ് കൊടുക്കാതെ. ശരി, ചോദ്യം വ്യക്തമാണ്. അരുൺകുമാർ അത് കേട്ടിട്ടുണ്ട്. ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും